43 ISL matches, 20 goals, 14 assists. KBCയുടെ one of the biggest signing ever. ഗോവയുടെ കുപ്പായത്തിൽ എതിരാളികളെ നട്ടം തിരിച്ച താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ കുപ്പായത്തിൽ കളിക്കും. എന്ന് വരും നോവ, എപ്പം വരും നോവ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇനി വിരാമമായി. ടൈമായി. നോവ വന്നു. ഗൈസ്, അങ്ങനെ നോവ സദോയിയുടെ കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്ന 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഏതാണെങ്കിലും നമ്മൾ ഓൾറെഡി നോവയെ പറ്റി 2 വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഇനി എന്ത് സംസാരിക്കണം, ഇനിയിപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിനപ്പുറത്ത് എന്ത് സംസാരിക്കണം എന്നുള്ളൊരു പ്രധാന ഫാക്ടറുണ്ട്. അപ്പം അതിലെനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കായൽ സ്റ്റാറെ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് നോവയെ ഏത് തരത്തിലൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം പുതിയൊരു പരിശീലകൻ കൂടിയാണ്, അദ്ദേഹത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള കോച്ചാണ് എന്നൊക്കെയുള്ള നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം നോവയെ ഏത് തരത്തിൽ ഉപയോഗിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമായിട്ട് നിൽക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ സൈനിങ്സ് ഒക്കെ ആര് എന്നുള്ളൊരു ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പം മിലോസ് ഉണ്ടാകുമെന്ന് പറയുന്ന സെൻറ്റർ ബാക്കിൽ, അതിനോടൊപ്പം എന്താണെങ്കിലും മറ്റൊരു സെൻറ്റർ ബാക്ക് ഉണ്ടാകും. അറ്റാക്കിംഗ് സൈഡിലേക്ക് വന്നപ്പം ലൂണയുണ്ട്, അതുപോലെ ഇപ്പം നോവ എത്തിക്കുന്നു, പിന്നെ ജോഷുവ ആൻഡ് പെപ്ര അവർ പ്രീ സീസണിന് വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഞാൻ പെപ്രയുടെ ഒരു കാര്യം ഓൾറെഡി ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ നോവയുടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പം എന്താണെങ്കിലും അതാണല്ലോ ട്രെൻഡ്, അത് സംസാരിക്കാം. നമുക്ക് പെപ്രയുടെ കാര്യം അടുത്ത ദിവസം കുറച്ചും കൂടി വിശദമായിട്ട് സംസാരിക്കാം എന്നുള്ളത് തോന്നി. നമ്മൾ റൈറ്റ് വിങ്ങർ എന്ന് പറയുന്നൊരു നിലയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതായത് നമുക്ക് റൈറ്റ് വിങ്ങിൽ ഒരു ഇന്ത്യൻ പ്ലെയർ ആവശ്യമാണ് എന്നുള്ള തരത്തിലൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ നോവയുടെ ഒരു കാര്യം, ഇന്ന ഫോർമേഷൻ കളിപ്പിച്ചാൽ ഏത് തരത്തിൽ യൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രതിപാദിച്ചിരുന്നു. അതായത് ഒരു 3-4-3 ഓർ 3-5-2 ഫോർമേഷനിലാണെങ്കിൽ നോവ എങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 3-4-3 ആണ് കളിക്കുന്നതെങ്കിൽ മികായൽ സ്റ്റാറയുടെ ഒരു പ്രീവിയസ് ഒരു കരിയറൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു ലെഫ്റ്റ് സൈഡ് ഒരു പ്ലെയറെ മിക്കവാറും ഒരു ഫ്രീ റോളിൽ വിടാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ബാക്കി 2 പേര് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലൊക്കെ ഒരു ആക്ട് ചെയ്യും. അതായത് ഒരു 3-5-2 പോലെ തന്നെ പരിണമിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ വരാനുള്ള സാഹചര്യം വന്നാൽ ലൂണയായിരിക്കും ആ ഒരു ലെഫ്റ്റ് സൈഡ് പ്ലെയർ എന്ന നിലയിൽ വെക്കാനുള്ള സാധ്യത. കാരണം അദ്ദേഹത്തെ അല്ലെങ്കിൽ പിന്നെ വേറെ റോളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ കളിപ്പിക്കണം. അത് എനിക്ക് തോന്നുന്നില്ല, അവിടെ നമുക്ക് പ്ലെയേഴ്സ് വേറെ ഉണ്ട്. അപ്പം അവിടെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളൊരു നമുക്ക് ലൂണയെ ഉപയോഗിക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ഫ്രീ റോളിലോ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡർ റോളിലോ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് തന്നെ മിക്കായൽ സ്റ്റാർ ഉപയോഗിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെ വരുമ്പോൾ നോവയെ ഒരു ഫോർവേഡ് എന്ന നിലയിൽ ഉപയോഗിക്കും. പക്ഷേ ഇങ്ങനെ ഫോർവേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഡബിൾ ഫോർവേഡ്സ്, അതായത് 2 സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നൊരു സിസ്റ്റം ആയിരിക്കും വരിക. അപ്പം ഉറപ്പായിട്ടും ഒരു പ്യുവർ ക്ലിനിക്കൽ സ്ട്രൈക്കർ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം നോവ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം കുറച്ചും കൂടി ഒരു പുറന്നോട്ട് ഇറങ്ങി വന്ന് അദ്ദേഹം ബോളിൽ വാങ്ങിയെടുത്ത് അത് റൺ ചെയ്തിട്ട് ആ ഒരു തരത്തിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പം അവിടെ ഒരു കറക്റ്റ് ഒരു സെൻട്രൽ ഫോർവേഡിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് പെപ്രയും ജോഷിയൊക്കെ ആ തരത്തിൽ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അതൊരു എഫക്റ്റീവ് ആണ് എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അതിന് മുമ്പ് നമുക്ക് ഈ നോവയുടെ കാര്യം തന്നെ പറയാം. ഇനി ഒരു 4-4-2 ഫോർമേഷനിലാണ് കളിപ്പിക്കുന്നതെങ്കിൽ, കാരണം ഇവാൻ്റെ ഒരു രീതി അതായിരുന്നില്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് അങ്ങനെയാണ് കളിച്ചു പോകുന്നത്. അപ്പം പൊതുവിൽ സ്റ്റാറയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ആദ്യം ക്ലബിലെത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു ശൈലി പിന്തുടരാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പം പ്രത്യേകിച്ച് ഇപ്പം വിദേശ താരങ്ങളുടെ കാര്യം എടുത്താലും മിലോസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൂണയാണെങ്കിലും പെപ്ര ആണെങ്കിലും ജോഷു ആണെങ്കിലും ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് ഇവാനാണ്. പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇവാൻ്റെ ആണ്ടിൽ അങ്ങനെ കളിച്ച പ്ലേയേഴ്സാണ്. അപ്പോൾ ഒരു 4-4-2 സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൂണെ ഒരു ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ വീണ്ടും നോവ ഒരു സെൻട്രൽ ഫോർവേഡ് ആ റോളിൽ കളിപ്പിക്കും. അപ്പോഴും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഗോൾ നമ്പേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ നമ്പേഴ്സ് ആണെങ്കിലും അസിസ്റ്റിൻ്റെ നമ്പേഴ്സൊക്കെ ആണെങ്കിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സെൻട്രൽ ഫോർവേഡിൽ തളച്ചിട്ട് കളിപ്പിച്ചാൽ പറ്റില്ല. അപ്പം അവിടെ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന് പറയുന്ന പ്ലെയറാണ്. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ ബാക്കിലേക്ക് വന്നിട്ട് ആ റൺ മേക്ക് ചെയ്ത് അങ്ങനത്തെ കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പം അതിനും 4-4-2 കളിപ്പിച്ചാലും അങ്ങനത്തെ ഒരു റോൾ കളിപ്പിക്കാനാണ് സാധ്യത എന്നതാണ്. നോവയെ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എവിടെ കളിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിങ്ങർ എന്ന നിലയിൽ, അതായത് ഒരു ലെഫ്റ്റ് വിങ്ങർ എന്ന നിലയിൽ തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു തരത്തിൽ കളിച്ച് അദ്ദേഹത്തിൻ്റെ കളി കണ്ട് ഫാനായിട്ടുള്ളവരായിരിക്കും പലരും. അപ്പോൾ അങ്ങനെ ഒരു നിലയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 4-3-3 അല്ലെങ്കിൽ ഒരു 4-2-3-1 എന്ന നിലയിൽ ആയിരിക്കും സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാകുക. അപ്പം ലൂണെ ഒരു AM എന്ന നിലയിൽ കളിപ്പിക്കാം, അപ്പോൾ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡിൽ കളിപ്പിക്കാം. അപ്പോൾ നോവെ പറഞ്ഞതുപോലെ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാരണം അദ്ദേഹത്തെ പറഞ്ഞല്ലോ ഒരു എലോൺ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം. ഇപ്പോൾ ഗോവയിലൊക്കെ ആ തരത്തിൽ കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്കൊരു ഫുൾ പൊട്ടൻഷ്യൽ വേണം. ഒരു പ്ലെയറെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു ഫുൾ പൊട്ടൻഷ്യൽ എന്ന നിലയിൽ ഉപയോഗിക്കണമെങ്കിൽ
ഈ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ കളിപ്പിക്കുന്നതായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള, നേരത്തെ ഈ വീഡിയോയുടെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ കൊണ്ട് തന്നെ ആ ഒരു ഒറ്റ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നതിനേക്കാൾ ഒന്നെങ്കിൽ ഒരു ഡബിൾ സ്ട്രൈക്കർ കളിപ്പിക്കുക, വൺ സ്ട്രൈക്കറാണ് കളിപ്പിക്കുന്നതെങ്കിൽ പറഞ്ഞൊരു വിങ് റോളിൽ കളിപ്പിക്കുക എന്നുള്ളൊരു ഫാക്ടറാണുള്ളത്. പിന്നെ നോവയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് കാണുന്നത്, ഇപ്പം അദ്ദേഹം പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡ് കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അതായത് ചില സമയത്ത് അദ്ദേഹം ലെഫ്റ്റിലൂടെ റൺ ചെയ്ത് കട്ട് ഇൻ സൈഡ് ചെയ്ത് ചിലപ്പോൾ ഗോൾ അടിക്കും റൈറ്റ് ഫൂട്ട് കൊണ്ട്. ചിലപ്പോൾ അദ്ദേഹം ലെഫ്റ്റിലൂടെ റൺ ചെയ്ത് വന്നിട്ട് ഇൻവേർട്ട് ചെയ്ത് ചിലപ്പം ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് തന്നെ ഗോൾ അടിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ട് അദ്ദേഹം ചില ക്രോസസ് കൊടുത്ത് അത് ഗോൾസ് ആകുന്ന പല ഇവൻറ്റ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ അദ്ദേഹം ഒന്ന് ലെഫ്റ്റിലൂടെ റൺ നടത്തിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റൈറ്റ് ഫൂട്ട് കൊണ്ട് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു കളിശൈലിയിലുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു വെസറ്റാലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ലെഫ്റ്റ് വിങ്ങിലായിരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബോത്ത് ഫൂട്ട്സും നല്ലതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് ഷോട്ട്സ് 2 ഫീറ്റ് കൊണ്ടും അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില റൺസ് മേക്ക് ചെയ്യുന്നത് അടിപൊളിയാണ്. അദ്ദേഹത്തിൻ്റെ സ്കിൽസ് നല്ലതാണ്. വളരെ സ്പീഡി ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ സ്റ്റിൽ അദ്ദേഹം 30 ആണ് ഏജ്. ഇനിയും കുറച്ച് നാളധികം നമുക്ക് ISL അദ്ദേഹത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റൺ മേക്ക് ചെയ്യുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പീഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇപ്പം ലൂണയെ പോലത്തെ ഒരു പ്ലെയർ മിഡ്ഫീൽഡ് ഉണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ചില ഡിഫൻസിനെ തുളച്ചുകൊണ്ട് കൊടുക്കുന്ന ചില പാസസ് വളരെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇപ്പം വിപിൻ ആണെങ്കിലും അസർ ആണെങ്കിലും ഒക്കെ ആ തരത്തിൽ ബോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന പ്ലെയേഴ്സാണ്. അപ്പം ആ തരത്തിലൊക്കെ ഇദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഫാക്ടറാണ് അവിടെ നിലനിൽക്കുന്നത്. സോ ഇത് എന്താ പറയുക, എല്ലാം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ, എൻ്റെ ചിന്തയിൽ ഏത് തരത്തിൽ സ്റ്റാറെ ഇദ്ദേഹത്തെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇതേ തരത്തിലൊന്നും ആയിരിക്കത്തില്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. ചിലപ്പോൾ അതിനേക്കാൾ വേറെ റോളിൽ ഉപയോഗിച്ച് എഫക്റ്റീവായിട്ടൊക്കെ വന്നേക്കാം. സോ അതിനൊക്കെയുള്ള സാധ്യതകൾ ഉറപ്പായിട്ടും നാം കാണുന്നുണ്ട്. പിന്നെ നോവയുടെ ഈ ഒരു സൈനിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റ് സൈനിങ് തന്നെയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് തന്നെയാണ്. പക്ഷേ ഇത് പോരാ. ഇതിൽ നമ്മൾ ഒരിക്കലും മതി മറക്കരുത് എന്നുള്ളതാണ് KBC ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്. ഞാനും ഒരു ഫാനാണ്. കാരണം നമ്മൾ മുൻകാല സീസൺ, ഞാനിപ്പോൾ ആദ്യ സീസൺ തൊട്ട് നമ്മൾ KBC ഫോളോ ചെയ്തതാണ്. അപ്പം ചില വലിയ സൈനിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ മതി മറന്ന് ആ സീസൺ അങ്ങ് പ്രതീക്ഷിക്കും. അത് ഒരിക്കലും നല്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ഗെയിമാണ്. 11 പേര് ഒരേപോലെ കളിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ പൊസിഷൻസിലും ഒരേപോലത്തെ താരങ്ങൾ വേണം. ഏതെങ്കിലും സൈഡിൽ വീക്ക്നെസ്സസ് ഉണ്ടെങ്കിൽ അത് ഒപ്പോണൻസ് അത് ഉപയോഗപ്പെടുത്തും. അതാണ് ഞാൻ ഇപ്പം റൈറ്റ് വിങ്, റൈറ്റ് ബാക്ക്, അല്ലെങ്കിൽ നമുക്ക് ഫോറിൻ സെൻറ്റർ ബാക്ക്, ഇങ്ങനെയുള്ള പല റോൾസിലുമൊക്കെ നമുക്ക് പ്ലെയേഴ്സ് വേണം. അതുപോലെ ക്ലിനിക്കലായിട്ടുള്ള സ്ട്രൈക്കർ വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്താൽ മാത്രമേ ഞാൻ എന്താണെങ്കിലും ഒരു ചാമ്പ്യൻ ടീം എന്ന നിലയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള നിലയ്ക്കൊക്കെ പറയാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ പെപ്പറെ പറ്റിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഫോർവേഡിൽ പ്ലേയേഴ്സിന് ആവശ്യകത, അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം വിശദമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ